प्रियंका ഗാന്ധിയും കൂടെ രാഹുലിനെ കൂടെ ഒരുമിച്ചല്ലേ കാണുന്നത്? രണ്ടും കൂടെ അടുത്തേക്കല്ലോ. മേരെ പ്യാർ ഓ നോ വെപ്പാണ്. കാരണം 37 സർവീസ് അല്ലായിരുന്നു. സർവീസ് ആയപ്പോൾ റീസെൻ്റ് കാറ്റഗറി. അപ്പോൾ ഇവിടുന്ന് ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ, പിന്നെ ബാക്കി നമ്പറുകൾ, ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചു. അതെല്ലാം അയച്ചു കൊടുത്തു. പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നമ്മൾ സാധാരണക്കാരല്ലേ. ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. ആ യോഗത്തിൽ ഞാനും കൂടെ അതിൽ ചേരണം. എന്നെയും കൂടെ 2 വർഷം കൊണ്ട് ഉള്ളൊരു വലിയ ദുരന്തമായിരുന്നു. വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി 100 വീട് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ നമ്മൾ 100 കട്ടിലങ്ങ് വെച്ചു. അത് 1.5 മാസം കൊണ്ട് പണി തീർത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു 1.5 മാസം കൊണ്ട് പണി തീർന്ന് കിട്ടുമല്ലോ, നമുക്കത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം വെച്ചു. പിന്നെ സാമ്പത്തിക കാര്യത്തിൽ കുറച്ച് കിടക്കുന്നില്ല. അപ്പോൾ കട്ട് പണി വെച്ചിട്ട് കൊണ്ടുപോകാനൊക്കെ വേണ്ടി അപ്പോൾ പല ആൾക്കാരും മറ്റു പല ഞങ്ങൾക്ക് വേണം പലരും ചോദിച്ചു. അപ്പോൾ ഞാൻ വാക്ക് പാലിക്കാൻ വേണ്ടി കൊടുക്കാമെന്നതിനും പിന്മാറിച്ചു. ഇത് കൊണ്ടുപോകാമെന്ന് പറയാനും പിന്മാറി. എല്ലാം പിന്മാറി. ഞാൻ ഒറ്റ ഇങ്ങനെ വിഷമിക്കുക, എന്താ വേണ്ടി, എങ്ങനെ ഏതെങ്കിലും കാലത്ത് തീരുമല്ലോ എന്നിങ്ങനെ വയ്ക്കുമ്പോൾ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വയനാട്ടിലെ എംഎൽഎ സിദ്ദീഖ് എന്നെ വിളിച്ചു. നാളെ 26-ാം തീയതി അന്ന് 2 മണിയാകുമ്പം അവിടെ കൽപ്പറ്റയിൽ പോകണം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. ആ യോഗത്തിൽ ഞാനും കൂടെ അതിൽ ചേരണം. എന്നെയും കൂടെ കൂട്ടിയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നും എത്ര കട്ടിൽ ഇരിപ്പുണ്ടെന്നും അവരെ 100 കട്ടിലിന് കൊടുക്കാൻ നോക്കുന്നു സംസാരിക്കാനും അവരുടെ ഇടയിട്ട് നമുക്കൊരു പങ്കുചേരാനും പിന്നെ ഒരു മഹാസംഭവം തന്നെ ഉണ്ടായി. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നമ്മൾ സാധാരണക്കാരല്ലേ. അപ്പോൾ അതുമായിട്ടൊരു മുറിക്കകത്ത് ഒരേ സ്റ്റേജിൽ അടുത്തിരുന്നിട്ട് സംസാരിക്കാനും കാര്യം പറയാം. അമ്മനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഇംഗ്ലീഷായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റാണ്. ഹിന്ദിയും അറിയാം. അപ്പോൾ അതിനിടയ്ക്ക് ട്രാൻസ്ലേഷൻ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവർ രണ്ടുമായിട്ട് ഹിന്ദി ഇംഗ്ലീഷും കാര്യം പറയാനും ഇത് നേരിട്ട് പറയാനും ഉള്ളൊരു അവസരം കിട്ടി. അങ്ങനെ 25-ാം തീയതി പോവാം. പുറപ്പെട്ട് അവരെനിക്ക് അവിടെ റൂം ഏർപ്പാടാക്കണം. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അവിടെ എനിക്ക് റൂം പ്രത്യേകം ലോഡ്ജിലെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ അവരെ കൊണ്ട് അവിടെ കൊണ്ടുപോകും. അവിടെ താമസിക്കും. 26-ാം തീയതി പങ്കുചേർന്നിട്ട് കട്ടിൽ എല്ലാം റെഡിയാക്കണം. ഈ വീട് 100 വീട് തീരുമ്പോൾ ആ വീട്ടിലേക്ക് തന്നെ മറ്റേ പാർട്ടിക്കാരുടെയിലോ നാടകക്കാരുടെയിലോ മറ്റേ കൊടുക്കാതെ ആ വീടുകാർ സാധാരണ ദുഃഖം അനുഭവിക്കുന്ന ആ 100 വീട്ടിലേക്ക് ഞാൻ ഈ കട്ടിൽ കൊണ്ടുപോകും. ഞാൻ പീപ്പിൾസ് ഓഫ് ദി പത്തനാപുരത്ത് ഡൊണേഷനായിട്ട് ഇതോടെ കൊടുക്കാമെന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ്. ഉദ്ദേശിക്കാത്തൊരു സന്തോഷമായി നിന്ന് അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത. കാരണം അവരായ നമ്മളാരാ, അവർക്ക് ഇസഡ് കാറ്റഗറി. അപ്പോൾ ഇവിടുന്ന് ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ, പിന്നെ ബാക്കി നമ്പറുകൾ, ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചു. അതെല്ലാം അയച്ചു കൊടുത്തു. അവരുമായിട്ട് ഒരു വേദിയിൽ പ്രിയങ്കായി ഇവരുമായിട്ട് നമ്മൾ ദൂരെ കണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരുമിച്ച് നിന്ന് സംസാരിച്ച് ഇതെല്ലാം കൊടുക്കാം. 100 കട്ടിൽ നമ്മളത്തേക്ക് ശേഷം ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു കട്ടിലിന് 10,000 രൂപ വെച്ചാലും 10 ലക്ഷം രൂപയുടെ മുതൽ വരും. അപ്പോൾ അത്രയും കൂടെ കൊടുക്കാൻ വേണ്ടി എനിക്ക് സഹായിക്കാൻ അത്ര വലിയ സന്തോഷമുണ്ട്. 2 വർഷം വീർപ്പ് മുട്ടിക്കുക. പിന്നെ നമ്മുടെ പല കക്ഷികളും പറഞ്ഞ് വെറുതെ പറയുക, അങ്ങനെയാണ് ഞാനൊക്കെ പറഞ്ഞു. എന്തായാലും അത് പടച്ചവൻ്റെ വലിയ ഈ റംസാൻ സമയത്ത് ചെയ്ത് മഹാ അനുഗ്രഹമാണ്. എല്ലാം ഇങ്ങനെ കട്ടിൽ അടുക്കി വെച്ചിരിക്കുക. ഇതെല്ലാം അത് തന്നെയല്ല, ഇത് കുറഞ്ഞ ഒരു 30-40 വർഷത്തേക്കുള്ള ഉപ്പല്ല. ഇപ്പം 1.5 കൊല്ലമായിട്ടും ഒന്നും ഉളുക്കാനും പൊടിയാനും പോയില്ല. 6 അടി നീളം, 4 അടി വീതി, ഇവിടെ തേക്ക്, അക്കേഷ്യ, മാഞ്ചിയം എല്ലാം ചേർത്താണ്. ഇതൊന്നും ഉളുക്കത്തില്ല. സ്വന്തം ഒറിജിനൽ പടിയാണ്, നല്ല തടികളല്ലേ. അങ്ങനെ ഇരിക്കുക. അങ്ങനെ മഹാസംഭവം. അത് പിന്നെ പൊടി കയറാൻ വേണ്ടി അത് അടുക്കി വെച്ച് പോകണ്ടേ. ഇതിപ്പോൾ ഇതുപോലത്തെ ഇത് 2ാമത്തെ അട്ടിയാണ്. അകത്ത് 2 അട്ടി ഇരിപ്പുണ്ട്. അങ്ങനെ 4 അട്ടിയായിട്ട് 100 കട്ടിൽ. കാലെല്ലാം കൂടെ വേറെ. ഇത് 50 എണ്ണം, അത് 50 എണ്ണം, 100 എണ്ണമായി. പിന്നെ കാലിലെല്ലാം ഊരി അടുക്കി അത് അപ്പുറത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ ഷെഡ് നടത്തി ഇരിപ്പുണ്ട്. ഇതിപ്പോൾ വന്നപ്പോൾ ഒരു മാസം കൂടെ സംഭവം തീരുമ്പം ഉടനെ വീടും തിരിഞ്ഞ് കണക്ക് കൂട്ടി. പിന്നെ നമ്മളാരെയും കുറ്റം പറയുന്നില്ല. അവർ വീട് ഇട്ട് ആൾക്കാർ വീട് തന്നെ കൊടുക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ DC പ്രസിഡന്റ് ഇത് പ്രത്യേകം പറഞ്ഞു, വേറെ ആരുടെയും കയ്യിൽ പോകരുത് എന്ന്. അദ്ദേഹം വളരെ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് പാർട്ടിക്ക് തന്നെ കൊടുക്കണം. പിന്നെ BD സതീശൻ അതിവിടെ ആളിനെ വിട്ടു, പ്രസിഡന്റ് ചാമക്കാരെ വിട്ടു, എല്ലാം എടുപ്പിച്ചു. അങ്ങനെ അത് ഇതിനെ റെഡിയാക്കിയിട്ട് ഈ 100 എണ്ണം കൂടെ പത്തനാപുരത്തുള്ള ഓരോ മണ്ഡലിയും ആഭാരവൃത്തം ജനങ്ങളുടെയും സംഭാവനയല്ല, എൻ്റെ അല്ല. കാരണം രാഘവന്
I am very happy for the supply of this court for the fund of the your houses. You are declared one day morning, evening. I have seen the newspaper that you are supplying some 100 house for the non-housing people of the Wayanad. ഉണ്ടോ Eh? അവരോട് സംസാരിക്കുന്നതിന് മുമ്പുള്ള ഒരു വെപ്രാളം ഉണ്ടോ? നോ വെപ്പാണ്. കാരണം 37 മണി സർവീസ് അല്ലായിരുന്നു. സർവീസ് ആയപ്പോഴും സർവീസ് സംഘടനയും മറ്റ് ജനങ്ങളുമായിട്ടും ഓഫീസിൽ നമ്മൾ പാർട്ടിയുടെ ഓരോ ഹോസ്പിറ്റലും യോഗത്തിന് പോകുമ്പോൾ 100-150 പേര് അവിടെ കാണും. അവരെയൊക്കെ അഭിസംബോധന ചെയ്തിട്ട് ഹൗ ടു ഡൂ അതിൻ്റെ പ്രോഗ്രാം ഒക്കെ സംഭാവന ചെയ്തില്ല. അതുകൊണ്ട് പേടി അങ്ങനെ ഒന്നുമില്ല. അവർ പറയാം യു ഹാവ് സപ്ലൈ one day evening I was seen in the TV that you are giving some of 100 coats for the non-housing people of the Wayanad. So I have decided to supply 100 coats. That has been made 1 year back. It is resumed. Anyway, now I am very happy to meet you and your sister. Also, I am also to supply the coats for the due date on the finishing of the house. പറയുക. Anyway, we can help the people for after this we have to follow the people of the students, old men and their function. We have to follow them. We have to supply. This program is not only finishing up to not this time. After we have to continue in the politics, so not health people, their condition, their food and accommodation also we have to support them. ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും. ചെയ്യാവുന്നൊക്കെ ചെയ്യും. സ്ഥിതി പറഞ്ഞപ്പോൾ രണ്ടും കൂടെ കാണാനുള്ള അവസരം തരും. മേരെ पे आप दोनों मेरा साथ ये मैं पसंद हूँ आपको. അതുവരെ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുവാ. അല്ല ഹിന്ദി പഠിച്ചല്ലോ, ഹിന്ദി അറിയാമല്ലോ. ഡിഗ്രിക്ക് ഹിന്ദി അല്ലായിരുന്നോ?